പറയാ ആരാത്? ഒന്ന് ഷെയ്ഖുൽ ഇബ്നു തൈമിയ, ഒന്ന് മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ, ഒന്ന് മുഖബിലുൽ വാദി. അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാരാ. അവരെ ഇവർ കളിയാക്കുന്നത്. എന്നിട്ട് എന്റെ ബാക്കി എന്താ അറിയോ? എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവർ ജിന്നുകളെ വാക്കുകൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയുമാണ് ഉണ്ടാവുക. അങ്ങനെ ശൈഖ് സാലി ആലു ശൈഖ് ഈ ലേഖനത്തിൽ പറഞ്ഞ പോലെ അവർ ശിർക്കിൽ കൂപ്പുകുത്തും. അതുകൊണ്ട് ആ വാതിൽ തീർച്ചയായും അടയ്ക്കേണ്ടതാണ്. അപ്പൊ ജിന്നുകളോട് സഹായം ചോദിക്കാന്നുള്ള വാതിൽ അടക്കണം. കാരണം എന്ത് നിബന്ധനയോടെ തുടങ്ങിയാലും പിന്നെ നിബന്ധനയൊക്കെ വിട്ടിട്ട് ശിർക്കിലേക്ക് പോകും. അതുകൊണ്ട് അത് നിഷിദ്ധമാണ്. ആ വാതിൽ തുറക്കാൻ പാടില്ല എന്ന് വ്യക്തമായി എഴുതിയ ലേഖനം അതെടുത്തിട്ട് സ്ഥാപിക്കണം. എന്താ? ജിന്നുകളോട് സഹായം ചോദിക്കാൻ അനുവദനീയമാണ് ഇപ്പൊ ഒരു കൂട്ടര് പറയുന്നത്. നേരെ ഉൾട്ട, പേരോടിനെ പോലും നാണിപ്പിക്കുന്ന ദുർവ്യാഖ്യാനം. സ്വന്തം ക്ലിപ്പ് പോലും സുഹൃത്തുക്കളെ ഇദ്ദേഹം കട്ടുമുറിച്ച് അവതരിപ്പിച്ചു. സ്വന്തം ക്ലിപ്പ് കട്ടുമുറിച്ചു. അതായത് ഇദ്ദേഹം ഇപ്പോൾ ഈ വിശദീകരണത്തിലടക്കം ആരോ ചോദിച്ചു ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്ന്. ആ ശിർക്കല്ല എന്നാണല്ലോ മുമ്പുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൂപ്പര് ശിർക്കാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുമ്പ് മൂപ്പര് പ്രസംഗിച്ച ഒരു ക്ലിപ്പ് കട്ടുമുറിച്ചു. 22 കാരറ്റ് ശിർക്കാണ് ഇസ്ലാഹിൽ എഴുതിയത് എന്ന് അലി മദനി പറഞ്ഞപ്പോൾ ആ ക്ലിപ്പ് ഇട്ടിട്ട് പറയാ അത് 22 കാരറ്റ് ശിർക്കാണെങ്കിൽ ഇതാ നിങ്ങളെ പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി അതിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് വിഷയം. പക്ഷെ സ്വന്തം ക്ലിപ്പ് തന്നെ മുറിച്ചു. ഇതല്ല ചോദിക്കണം അല്ലേ? ശിർക്കല്ല പറഞ്ഞു. എവിടെ? ഞാൻ പറഞ്ഞു. എവിടെ പറഞ്ഞു? ഇസ്തിഖാമയിൽ പറഞ്ഞു. 2012 അതിനുശേഷം ഞാൻ തെറ്റി പറയുന്നു പറയുന്നത് അല്ലേ? കേട്ടോ? അവിടെ ഇരിക്കൂ, കേട്ടോളൂ. എന്നെ പറ്റി പറഞ്ഞ ആരോടും മറുപടി കേട്ടോളൂ. 2009 മാർച്ച് 25 2009 മാർച്ച് 25 കേട്ടോളൂ. ഇസ്ലാമല്ല, പ്രാർത്ഥന തൗഹീദ്. ചെറുമുട്ടം അബ്ദുൽ ഹമീദ് മദനി മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്താ പറയുന്നത് കേട്ടോളൂ. വിജനപ്രദേശം ഞാൻ വ്യാഖ്യാനിക്കട്ടെ. വിജനമായ പ്രദേശം. ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ? ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള, വിജനപ്രദേശത്ത് ഉണ്ടാക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അവ ജിന്നുകളോട് സഹായം തേടാം, ഇങ്ങനെ വാശി പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുന്നം എഴുതിയത്, ശബാബിൽ എഴുതിയത് നിങ്ങൾ സമാരിച്ച് ബുക്കാക്കി യുവത വിറ്റ് കാശാക്കുന്നു. 22 ക്യാരറ്റ് ചെറുക്കല്ല, തീർന്നില്ല. അവിടെ ഇരിക്ക്. 22 ക്യാരറ്റ് ചെറുക്ക് ജബ്ബാർ മൗലവി എഴുതിയത് ചെറിയ മുന്നം എഴുതി. എന്താ? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോ മലക്കുകളോ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സഹായം നേടിയാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? എന്താണ് പറഞ്ഞത്? ശിർക്കാണോ ശിർക്കല്ലെന്നോ? എന്താ പറഞ്ഞത്? ശിർക്ക്. 22 കാരറ്റ് ശിർക്ക്. അവിടെ എനിക്ക് തീർന്നില്ല, ബഹളം. എന്നിട്ട് ഒതായിൽ വെച്ച് മൂപ്പര് പറയാ ഞാൻ എന്റെ ക്ലിപ്പല്ലേ മുറിച്ചത്, വേറെ ആള് ക്ലിപ്പല്ലല്ലോ. എന്താ സംഭവം? അവരുടെ മൗലവി എഴുതിയെന്ന കണ്ണട വെച്ച് പ്രായം ചെന്ന ഒരു മൗലവിയെ കാണിച്ചു തന്നില്ലേ? കൊണ്ടോട്ടിക്കടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ്, 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് 42ാമത്തെ പേജ്. ഇനി ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനോ? ആരൊക്കെ ഉള്ളത് അറിയാം നിങ്ങൾ? പത്രാധിപ സമിതി ഹുസൈൻ സലഫി, ഡോക്ടർ KK സക്കരിയ സലാഹി, പി അബ്ദുൽ ജബ്ബാർ മൗലവി, MP ഖാദിർ കരുവമ്പൊയ്യൽ, ഷാഫി സലാഹി ചങ്ങലേരി, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അമീർ ഒതുക്കുങ്ങൽ. ഇതിൽ എഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട്. അതിൽപ്പെട്ട ആൾ അബ്ദുൽ ജബ്ബാർ മൗലവി. എന്താ എഴുതിയത്? 42ാമത്തെ പേജ്. സംഭവം എന്താ അറിയോ? കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ
വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, കുടുങ്ങിപ്പോയി. അപ്പൊ അവിടുന്ന് മലക്കുകൾക്കും ജിന്നുകൾക്കും എന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 ക്യാരറ്റ് ശിർക്കാണത്. കണ്ടോ, 22 ക്യാരറ്റ് ശിർക്കാണ് എങ്കിൽ ആ 22 ക്യാരറ്റ് ശിർക്ക് എവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പുസ്തകം യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ആ 22 ക്യാരറ്റ് ശിർക്ക് പിടിച്ചോ. എന്താ പറയണത്? എവിടുന്നാ പഠിക്കുന്നത്? എന്താ ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത്? അത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ 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 ഒത്തുനോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ, വായിച്ചു നോക്കൂ. ഇത് രണ്ടും ഒത്തു വായിച്ചു നോക്കൂ. എന്താ ഇതിനകത്തുള്ളത് അറിയാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് 2 വട്ടം വായിച്ചല്ലോ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഈ ഇസ്ലാഹിലുള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. പത്രാധിക സമിതി കേട്ടല്ലോ. എന്താ ഇസ്ലാഹിലുള്ളത് കേട്ടോ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായചേട്ടം അതിലില്ല. ഇതാണ് ഇതിനകത്തുള്ള വാചകം. അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ അത് 22 ക്യാരറ്റ് ശിർക്ക് ആണ് എന്നാണ് കണ്ടുപിടിച്ചത്. നവയാഥാസ്ഥികത്വം എങ്കിൽ യുവത പ്രസിദ്ധീകരിച്ചത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ എഴുതിയ ചോദ്യോത്തരങ്ങൾ സമാഹരിച്ച പുസ്തകം. ഈ പുസ്തകത്തിൽ പറഞ്ഞു കേട്ടോളൂ, കൃത്യമായി കേട്ടോളൂ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഒന്നുകൂടി കേട്ടോ, ഇത് ഇസ്ലാഹല്ല, പ്രാർത്ഥന തൗഹീദ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി മറുപടി പറയുന്നവർ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്താ പറയുന്നത് കേട്ടോളൂ. വിജനപ്രദേശം ഞാൻ വ്യാഖ്യാനിക്കണല്ലോ, വിജനമായൊരു പ്രദേശം. ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ? ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള, വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അപ്പൊ ജിന്നുകളോട് സഹായം തേടാം, നിങ്ങളുടെ ഭാഷ പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുണ്ടം എഴുതിയത്, ഷബാബിൽ എഴുതിയത് നിങ്ങൾ സമാഹരിച്ച് ബുക്കാക്കി യുവത വിറ്റ് കാശാക്കുന്നു. 22 ക്യാരറ്റ് ശിർക്ക്. ആ 22 ക്യാരറ്റ് ശിർക്ക് എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇങ്ങനുണ്ട്. തിരൂരിൽ വെച്ച് ന്യായീകരിക്കാൻ നോക്കി. അപ്പൊ ഈ ഭാഗത്ത് എവിടെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം, അല്ല അനസ് മൗലവി, ആ സാലിം ഖാന്റെ ലേഖനങ്ങൾ കട്ട് വായിച്ചത് എന്തിനാ? അതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ടല്ലോ, വാതിൽ അടക്കേണ്ടതാണ്, ശിർക്കിലെത്തും, അത് തുറക്കാൻ പാടില്ല. നിങ്ങളത് ശിർക്കിലെത്തി, ശിർക്കിന്റെ വാതിൽ തുറക്കലാണെന്നിട്ടാണ് നിങ്ങൾ വായിച്ചത്. അതുപോലെ നിങ്ങളെ ക്ലിപ്പൻ എന്തിനാ കട്ട് മുറിച്ചത് എന്നൊക്കെ ഇയാൾ വരികയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം. സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ ശിർക്കാരോപണം കൊണ്ടുവന്നത്? ഒന്ന് KNM-ന്റെ ഇലക്ഷനിൽ പിടിച്ചെടുക്കാൻ. അങ്ങനെ പിടിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം?
ഒരുപാട് ഹദീസ് നിഷേധവും അതുപോലെ ജീവിത വിശുദ്ധി ഇല്ലാത്ത കുറെ ആളുകളെ ഇതിനുള്ളിലേക്ക് തിരികെ കയറ്റണം. അതിനെ എതിർക്കുന്നവരാ ഞങ്ങളൊക്കെ. ഞങ്ങളെ മാറ്റി നിർത്തണം. തനിച്ച ഹദീസ് നിഷേധം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. KC നിയമത്തുള്ള ഫാറൂഖി അല്ലേ, വയനാട്ടിലെ ഉമ്മണി വലിയ ഖത്തീബ്, ഇവിടെയൊക്കെ ചിലപ്പോൾ ക്ലാസ്സിനൊക്കെ കൊണ്ടുവരലുണ്ട്. അയാള് താടിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടോളൂ. വേറൊരു കൂട്ടാൾക്കാര് താടിയാകുന്ന സുന്നത്തിനെ ഫർളാക്കി, താടി വെക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല അതിന് ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല ഒരു സുന്നത്തുമില്ലേ. പിന്നെ പറയാണ് താടി വെക്കാത്ത മുസ്ലിം അല്ല. തീവ്രതയിലേക്ക് പോവുക. പിന്നെ താടി വെക്കാത്തവനെ കണ്ടാൽ ഇങ്ങനെ നോക്കുക. ഒരു ഫറലായ സംഗതി ഒഴിവാക്കിയ ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുക. ഇത് രണ്ടും ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. ഒന്നാമത്തവൻ അതിനെ വളരെ ലാഘവത്തോടു കൂടിയിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മുഖത്തിന് അഴകാണെങ്കിൽ വെച്ചാൽ ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നല്ല അള്ളാന്റെ റസൂൽ പറഞ്ഞത്. താടി സുന്നത്താണ്, സുന്നത്തുകൾ നിന്നാ മതി. അവിടെ നിന്നില്ല, തക്കവ അങ്ങോട്ട് മൂത്തിട്ട് എന്തായി അതിനെ ഫറലാക്കി താടി വെക്കൽ. എന്നാ ഫറലാക്കിയ താടി ഏതെങ്കിലും താടി പോരാ, അതങ്ങോട്ട് പോയിക്കോട്ടേന്ന്. അതിമ തൊടാൻ പാടില്ല കത്തിയോണ്ട്. അപ്പൊ എന്തായി, ഒരു വളരെ പ്രബലമായ ഒരു ഫറലായി മാറിയത്. പിന്നെങ്ങനെ നോക്കിയിട്ട് താടി വെക്കാത്തവൻ മുസ്ലിം അല്ല എന്നതിലേക്ക് എത്തി. ഇതാണ് ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. അതിർത്തി, മതം എന്ന് പറഞ്ഞാൽ മിതമാണ്, മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികളിലേക്ക് വരാൻ മടിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല് ISMൽ വന്നാല് പിന്നെ ഈ കൊച്ചിലൊക്കെ ഞാനും നടക്കണ്ടേ, എടങ്ങേറാണത്. എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും എന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചും കൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. സുഹൃത്തുക്കളെ, ഇതുപോലെ പല ക്ലിപ്പുകളുണ്ട്, കാണിക്കാൻ സമയമില്ലാത്തതല്ല. താടി വളർത്തി നീട്ടി വളർത്തണം എന്ന് പറയുന്നതും താടി വളർത്തണ്ട എന്ന് പറയണം ഒരുപോലെ ശൈത്താനിയത്താണ്. ശരിയാണോ? എന്നിട്ടോ താടി നീട്ടി വളർത്തണം, അത് കത്തി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒലുവാണ്, അതിര് കവിയലാണ്. ആരാ അതിര് നിശ്ചയിച്ചത്? ഇയാളാണോ? ഏതാ അതിന്റെ അതിര്? താടിന്റെ അതിര് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കൽപ്പന താടി വളർത്തുക എന്നത് അയ്യോ തീരെ തൊടാൻ പാടില്ല എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചവരുണ്ട്. ഒരു പിടി പിടിച്ചിട്ട് ബാക്കി വെട്ടാമെന്ന് പറഞ്ഞവരുണ്ട് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. ഇതല്ലാത്തൊരു തർക്കം അവിടെ ഇല്ല. ഒരാൾ താടി വെച്ചിട്ടില്ലെങ്കിൽ അത് അയാളും പടച്ചോനേറ്റായി. പക്ഷെ താടി വെച്ച ഒലുവാണ്, അതിരുകവിയലാണ്, ഇസ്ലാമിന്റെ പരിധി വിട്ടു പോകലാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്നത് ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ ഇസ്ലാമിക ലോകത്ത് വിഷയങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. KP മുഹമ്മദ് മൗലവി, ഉമർ മൗലവി അവരൊക്കെ നീണ്ട താടിയുള്ളവരാ, തൊടാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാ. അല്പമെങ്കിലും മുറിച്ചാൽ അത് കള്ളത്താടിയാണെന്നാണ് ആര് പറയാ? നമ്മൾ അബ്ദുസമദ് ഖാത്തിബ് പറയാ. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിട്ട് അവരെയൊക്കെ മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രസംഗം. താടി വെക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു. ഇതാ ഇവിടെ തന്നെ ഒരു പുസ്തകമുണ്ട്, നമ്മള് അബൂബക്കർ ഫാറൂഖിയും അതുപോലെ മുഹിയുദ്ദീൻ മദനിയും എഴുതിയതാ. 87 ദുബായ് ഇസ്ലാമിക് സെന്റർ പുറത്തിറക്കിയതാ. ഇതിന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് താടി പഠിക്കൽ ഹറാമാണ്. 4 മദ്ഹബിലും താടി പഠിക്കൽ ഹറാമാണെന്ന് ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ട് അതിന്റെ അർത്ഥം എന്താ? അതാണ് പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ലേ? ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ താടിയെ പരിഹസിച്ചു, പിന്നെ വസ്ത്രം കയറ്റി കൊടുക്കുന്നതിനെ പരിഹസിച്ചു. നിരാണ്ട മേപ്പറോട് കയറ്റിയിട്ട് 3/4 എന്താ പറയാ, എന്താ പറയല്, ആ നിലക്ക് അവിടെയാണ് കുറിച്ച് നല്ല നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBSന് പഠിക്കുന്ന കുട്ടികൾ ഈ ഉലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരോട് പറഞ്ഞ് പേടിപ്പിക്കുക. നിങ്ങളെ കത്തിരി കണ്ടെടുത്തിട്ട് നിര്യാണിന്റെ അവിടെ എത്തിയാ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക. അപകടമാണ്. സ്ത്രീകൾ മുഖം മറക്കുന്നതിനെ പരിഹസിച്ചു. പണ്ട് സ്ത്രീകളെ വീടിന്റെ ഉള്ളിലിരുത്തണം എന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് വയലുകൾ നടത്തി, പ്രബോധനം നടത്തി. എന്താക്കിച്ചാൽ നമ്മൾ നല്ല വനിതാ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഉണ്ടാക്കി നമ്മൾ ഇത് വീട്ടിന്റെ ഉള്ളിലിരിക്കണമെന്നേ പറയുന്നേ. ഇപ്പൊ എന്താ വെച്ചാൽ മൂന്ത വരിഞ്ഞ് കിട്ടുക, പുട്ടുംകുറ്റി വരിഞ്ഞ മാതിരി പെണ്ണുങ്ങളെ മൂന്ത വരിക, ഇവർ പുറത്തിറക്കാതെ ഉള്ളിലിരുത്തി പീഡിപ്പിക്കുക. പടച്ചോനെ, ഉലുവാണത്.
ഇത് ഐഡന്റിറ്റിയാ, മുഖം എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ഇപ്പൊ എന്റെ ഭാര്യയായിട്ട് ഇയാളെ അങ്ങോട്ട് പോവുക, ഞാൻ അങ്ങനെ നോക്കിക്കോ, എനിക്കറിയോ 3 വരി കെട്ടിയാൽ സുഖമായിട്ട് ഇയാൾ പോലെയും കൊണ്ട് പോകാം. ഇതൊരു മറയായി സ്വീകരിച്ചെന്ന്. ഇന്നാളിപ്പോൾ കള്ളനെ പിടിച്ചപ്പം ഇവനെന്താ ചെയ്തെന്ന് വെച്ചാൽ പർദ്ദട്ടാണ് മുഖം മറിച്ചാണ്ടാ പോയത്. അത് ടി വിയിൽ നമ്മൾ കാണണല്ലേ. മുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ആ മുഖം മറക്കാതെ ഒരു പെണ്ണങ്ങാണ് ഇയാളെ പണി കയറിപ്പോയി, അപ്പൊ എനിക്ക് വിശ്വസിക്കാം നിങ്ങളെ പെണ്ണുങ്ങളെ ഒളി കള്ളത്തിയാട്ടോ ഇന്നാളപ്പം പോണെ ഞാൻ കണ്ട്. ഇത് ഖിയാമത്ത് വരെ പിടുത്തം കിട്ടുമോ? ഇങ്ങനെയുള്ള ആളുകൾ ഇതിൽക്കൊന്നും ഇത് താക്കീതുമില്ല, ഒരു ഷോക്കോസ് നോട്ടീസും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ വിചിന്തനത്തോടും നിയമത്തുള്ളതിന്റെ ക്ലാസ്സസ് എഴുതിയിട്ട് അവരിൽ കണ്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രീതിയിലാണ് ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്. ഏതൊരു സ്ഥലത്തും നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ ദീനിലുള്ളതെന്തോ അതേ പറയാൻ പാടുള്ളൂ. ഈ ശിർക്കാരോപണം കൊണ്ടുവന്നത് ദീനിലുള്ള ചിലതൊക്കെ ഹദീസിലുള്ള പലതും മറച്ചു വെക്കുകയും ഹദീസിലുള്ളതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. അത്തരം പ്രവണതക്കാർ പ്രസ്ഥാനത്തിൽ കൂടി വരുന്നുണ്ട്. അവരെ സംരക്ഷിക്കാനും ആ ഹദീസ് നിഷേധ പ്രവണത മൂടിവെക്കാനുമാണ് ശിർക്കാരോപണമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ശിർക്കാരോപണത്തിന് രംഗത്തുള്ളത് ആരാ? ഈ ഹദീസ് നിഷേധം പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളാരും തന്നെ അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ വിജനപ്രദേശത്തോ ജനപ്രദേശത്തോ അല്ലാഹു അല്ലാത്ത വിളിച്ച് സഹായം തേടാന്ന് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നീ ഒരു വിജനമായ സ്ഥലത്ത് എത്തി വഴി തെറ്റിയാൽ നീ അല്ലാഹുവിനെ വിളിക്കണം, എന്നാൽ അല്ലാഹു നിനക്ക് വഴി കാണിച്ചു തരും, നിന്റെ മൃഗത്തെ മടക്കി തരും എന്നാണ്. അതാണ് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യാ അല്ലാഹ് എന്നാ എല്ലായിടത്തും വിളിക്കേണ്ടത്, യാ ഇബാദല്ലാഹ് എന്നല്ല. അത് പ്രത്യേകിച്ച് മനസ്സിലായി, മണ്ടിയേരിയോ എന്നല്ല വിളിക്കേണ്ടത്, അല്ലാഹ് വിളിക്കേണ്ടത്. നമ്മൾ ആരും അത് പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത ആരോപണം പറഞ്ഞ് മുസ്ലിം സമുദായത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിലും ഫിതനയുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് എന്റെ മാത്രം കാര്യമാണ് നിങ്ങൾ വിചാരിക്കണ്ട. ഇയാളിപ്പോ പോയി എവിടെ എത്തിയെന്നറിയങ്ങള്? ഇയാളിപ്പോ കേന്നം ഏതാണ്ട് ഒരു പരുവത്തിലാക്കി. ഇനി ഇപ്പൊ ISMന്റെ നേരെയാണ്. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ISMന്റെ തെരഞ്ഞെടുപ്പിൽ 40 വയസ്സ് താഴെയുള്ള ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ചില സ്ഥലത്ത് അത് നമുക്കെതിരിൽ ഉപയോഗിച്ചു, ഒരുപാട് സ്ഥലത്ത്. എന്നാൽ ഡോക്ടർ സുൽഫി അയാൾ എന്താക്കി, ISMന്റെ പ്രസിഡന്റ് ആയിരിക്കെ കേന്നമിലെടുത്തത് ഞമ്മന്റെ ആളാണ്. കണ്ടോ? അബ്ദുറഹ്മാൻ അൻസാരി കോട്ടക്കൽ, അദ്ദേഹത്തെ മാറ്റി നിർത്തി. കാരണം എന്താ? അദ്ദേഹം ISMൽ ഭാരവാഹിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി വരുമ്പോഴേക്ക് ISMന്റെ പ്രായം കഴിയും, എന്നാലും എടുക്കാൻ പാടില്ല. അപ്പൊ സയ്യിദ് ഷാക്കിർ വരരുത്, CP സലീം വരരുത്, അതുപോലെ മറ്റ് നാസർ ബാലിശ്ശേരി വരരുത്. ഇങ്ങനെ ചില ആളുകളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇയാൾ ഈ കരിക്കൽ നീക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയോ, ഗൾഫിൽ ഇവർ പോയിട്ടുണ്ടാക്കിയ ചിത്രതയെ സംബന്ധിച്ച് നാഷണൽ കമ്മിറ്റിയിൽ ധാരാളം പ്രവർത്തിച്ച ഇമ്പിച്ചിക്കോയ സാഹിബ് 30 കൊല്ലത്തോളമായി സൗദിയിലുള്ള ആളാ. ഇസ്ലാഹി സെന്റർ കെട്ടിപ്പടുക്കുന്ന വലിയ പങ്ക് വഹിച്ച ആളാ. അദ്ദേഹം പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോ എന്തായിന്നറിയോ, കരിവള്ളി പരാതി കൊടുത്തമായി തന്നെ നാഷണൽ കമ്മിറ്റി ആളെ പുറത്താക്കി. NV സാലിം ഇവരുടെ ഈ കുപ്രചരണത്തെ എതിർത്തു. ഇയാളുടെ വഴിവിട്ട പ്രവർത്തനം അംഗീകരിച്ചില്ല. അയാളെ നാഷണൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. ഷമീർ മദീനി, ഹംസ മദീനി, അബൂബക്കർ സലഫി ഇവരൊക്കെ ജാമിയ നബി എന്ന് പുറത്താക്കി. എന്താ കാരണം? ഇയാളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട്. ഇപ്പൊ MSM നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ വിദ്യാർത്ഥി സംഘടന, പക്ഷെ ഇയാളുടെ കോക്കസ് പ്രവർത്തനത്തെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്തായി? കഴിഞ്ഞ 30-ാം തീയതി ജാമിയയിൽ നടന്ന ഈ മുഖാമുഖ നാടകത്തിൽ MSMന്റെ പേരിലാണ് നടത്തിയത്. ഞാൻ TP-നെടുത്ത് കത്ത് കൊടുക്കാൻ പോയപ്പോ MSMന്റെ നേതാക്കളോടൊന്ന് പറഞ്ഞു, ശരി ജിന്നും ശൈത്താനും സീറൊന്നും ഞങ്ങളെ പേരിൽ പ്രശ്നം ഉണ്ടാക്കരുത്, അതുകൊണ്ട്